അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാരം സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ ജീവിതം നിർവഹിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ, സച്ചരിതരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനവധി അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചുമാണ് നാം മുന്നോട്ട് നീങ്ങുന്നത്. അതിവിശാലമായ ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തും ഒരു സെക്കൻഡ് നേരം പോലും അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ നമുക്ക് കഴിഞ്ഞുകൂടുക സാധ്യമല്ല. നമ്മുടെ ശരീരത്തിലുള്ള വ്യത്യസ്തമായ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയാം വിധം നടക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള വായു ലഭിക്കാൻ, വെള്ളം ലഭിക്കാൻ, ഭക്ഷണം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം ആവശ്യമാണ്. നമ്മുടെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ, നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ വ്യത്യസ്തമായ പ്രകൃതങ്ങളുള്ള, വ്യത്യസ്തങ്ങളായ ആശയഗതികളുള്ള വിഭിന്ന ആളുകൾക്കിടയിൽ, വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ, ജാതികൾക്കിടയിൽ പരസ്പരം അംഗീകരിച്ചും ആദരിച്ചും മുന്നോട്ട് നീങ്ങാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ സഹായം നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിനാകട്ടെ അവന്റെ നിലനിൽപ്പിന്, അവന്റെ പ്രതാപം നിലനിർത്തുന്നതിന് നമ്മുടെ എന്നല്ല സൃഷ്ടികളിൽ ഒന്നിൻ്റെയും ഒരാളുടെയും ആവശ്യമില്ല തന്നെ. സൂറത്തുൽ ഫാത്തിർ 15-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഖനിയ്യുൽ ഹമീദ് ഇൻ യശഅ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് ആവശ്യമുള്ളവരാണ്. അള്ളാഹു ആകട്ടെ സ്തുത്യർഹനായ ധന്യനുമാകുന്നു. തീർച്ചയായും അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ നീക്കിക്കളയുകയും പോക്കിക്കളയുകയും മറ്റൊരു നവസൃഷ്ടിയെ ഈ ഭൂമുഖത്ത്, ഈ പ്രപഞ്ചത്തിൽ അവൻ കൊണ്ടുവരികയും ചെയ്യും. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള, ദുഷ്കരമായ കാര്യമേ അല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കടാക്ഷിക്കണമെങ്കിൽ, നിങ്ങളെ സഹായിക്കണമെങ്കിൽ അവൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതക്രമം നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് സ്വീകരിക്കാതിരിക്കുന്ന പക്ഷം അവന്റെ ശിക്ഷാ നടപടികൾക്ക് അവൻ നിങ്ങളെ വിധേയമാക്കുന്നതാണ്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ നിലനിൽപ്പിന് അള്ളാഹുവിന്റെ സഹായം അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള നമ്മൾ തീർച്ചയായും അവന്റെ സഹായം നിരന്തരമായി നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നതിന് അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വെച്ചിട്ടുള്ള നിബന്ധനകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ നാം സന്നദ്ധമാകേണ്ടതുണ്ട്. തീർച്ചയായും നമുക്ക് നമ്മുടെ ഭൗതികമായ ഏതെങ്കിലും ഒരു ആവശ്യം നിർവഹിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സഹായം അനിവാര്യമായി വരുന്നുണ്ടെങ്കിൽ, ആ സഹായം ലഭ്യമാകുന്നതിന് വേണ്ടി ആരിൽ നിന്നാണോ നമുക്ക് സഹായം ലഭിക്കേണ്ടത് അയാൾ ആവശ്യപ്പെടുന്ന മുഴുവൻ നിബന്ധനകളും നാം പൂർത്തീകരിച്ചിരിക്കും. നമ്മുടെ കുഞ്ഞിന് വേണ്ടി, നമ്മുടെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി നാം ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥാപനത്തിൽ ഒരു സീറ്റ് ലഭിക്കണമെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നാം സന്നദ്ധമാണ്. ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ശുപാർശ കത്ത് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ സമീപിക്കുവാനും ആ ലെറ്റർ വാങ്ങുവാനും ആ ഫോമിൽ എവിടെയാണോ അയാൾ ഒപ്പിടേണ്ടത് അവിടെ ഒപ്പുവെപ്പിക്കുവാനും ഒക്കെ നമുക്ക് വളരെ വലിയ താല്പര്യമുണ്ടാകും. അങ്ങനെ സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞ് കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അവിടെ ഇത്ര ഫീസ് വേണമെന്ന് പറഞ്ഞാൽ ആ ഫീസ് ഒടുക്കുവാൻ നാം നിർബന്ധിക്കപ്പെടുന്നതാണ്, നാം അംഗീകരിക്കുന്നതുമാണ്.
ഇനി ആ സ്ഥാപനത്തിൽ കുട്ടിക്ക് തുടർന്ന് പഠിക്കാൻ കഴിയണമെങ്കിൽ സ്ഥാപനത്തിന്റെ നിയമങ്ങളുണ്ട്, അതിന്റെ നിർദ്ദേശങ്ങളുണ്ട്. അതെല്ലാം ശരിയാം വിധം പാലിച്ചാൽ മാത്രമേ മുന്നോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ എന്ന് മാനേജ്മെന്റ് പറഞ്ഞാൽ തീർച്ചയായും ആ നിബന്ധനകളും നിയമങ്ങളും ഒക്കെ അംഗീകരിക്കുവാൻ നാം സന്നദ്ധമാവുകയും നാം അതിൽ ഒപ്പുവെക്കുകയും ചെയ്യും. ഇനി നമുക്കൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടണമെന്ന് വിചാരിക്കട്ടെ. ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ചില യോഗ്യതകൾ ഉണ്ടെന്ന് ധരിക്കട്ടെ. ആ ക്വാളിഫിക്കേഷൻസ് എന്താണോ അത് മനസ്സിലാക്കി അത് നേടിയിട്ടാണ് നാം സ്ഥാപനത്തിലേക്ക് അപേക്ഷ അയക്കുന്നത്. ഇനി നമുക്ക് ആ ജോലി കിട്ടണമെങ്കിൽ ആ ക്വാളിഫിക്കേഷൻസ് മാത്രം പോരാ, അതോടൊപ്പം നമുക്ക് പരിചയം വേണം. ഇപ്പൊ കൃത്യമായി പരിശീലനം നേടിയിട്ടുള്ള പരിചയിച്ചിട്ടുള്ള ഉയർന്ന സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പരിമിതമായ സമയത്തിൽ ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതിന് വേണ്ടി നാം ഏതൊരു സ്ഥാപനത്തിലാണോ ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതിന്റെ മാനേജ്മെന്റ് ആവശ്യപ്പെടുന്ന പരിചയത്തിന്റെ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു കൊടുക്കാൻ നാം ഒരുക്കമാണ്. ഇനി ആ സ്ഥാപനത്തിൽ ജോലി കിട്ടണമെങ്കിൽ അവിടെ ചില ബോണ്ടുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, സെക്യൂരിറ്റി കെട്ടണമെന്നുണ്ടെങ്കിൽ, കോഷൻ ഡെപ്പോസിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കുവാൻ നാം സന്നദ്ധമാണ്. പരിമിതമായ ഈ ലോകത്തിലെ പരിമിതമായ ചില സഹായങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ ലോക ജീവിതത്തിനും മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിനും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി അവൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള നിബന്ധനകൾ അത് സ്വീകരിക്കുവാൻ, അത് പൂർത്തീകരിക്കുവാൻ ഞാനും നിങ്ങളും ഒരുക്കമാണോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, അല്ലയോ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പാദങ്ങളെ അവൻ അടിയുറപ്പിച്ച് നിർത്തുകയും ചെയ്യും. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ആവശ്യമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യം ആവശ്യമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ സന്നദ്ധമാവുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കുമെന്ന് മാത്രമല്ല, ഈ ലോക ജീവിതത്തിലും അവൻ നിങ്ങളുടെ പാദങ്ങളെ അടിയുറപ്പിച്ച് നിർത്തുകയും ചെയ്യും. സർവജ്ഞനായ സർവാധികാരിയായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എങ്ങനെയാണ് നാം സഹായിക്കുക? നാം ഒരുക്കുന്ന ഭക്ഷണം അള്ളാഹുവിന് ആവശ്യമില്ല. നാം ഒരുക്കുന്ന പാനീയം അള്ളാഹുവിന് ആവശ്യമില്ല. നാം ഒരുക്കുന്ന പ്രൊട്ടക്ഷൻസ് അത് അള്ളാഹുവിന് ആവശ്യമില്ല. എന്നിരിക്കെ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹാദാ അംറുൻ മിൻഹു തആല ലിൽ മുഅ്മിനീൻ അൻ യൻസുറുല്ലാഹ ലിൽ ഖിയാമി ബിദീനിഹി വദ്ദഅവാ ഇലൈഹി വജിഹാദി അഅദാഇഹി ബൽ ഖസ്ദു ബിദാലിക വജ്ഹുല്ലാഹി തആല വഇൻ ഫഅലു ദാലിക സബ്ബതഹുമുല്ലാഹു നസറഹുമുല്ലാഹു വസബ്ബത അഖ്ദാമഹും. ഇൻ തൻസുറുല്ലാഹ എന്നുള്ളത് ഹാദാ അംറുൻ മിൻഹു തആല ലിൽ മുഅ്മിനീൻ, അള്ളാഹുവിന്റെ സത്യവിശ്വാസികളോടുള്ള കൽപ്പനയാണ്. എന്തിനാണ്? അൻ യൻസുറുല്ലാഹ, അള്ളാഹുവിനെ സഹായിക്കാൻ. എങ്ങനെയാണ് അള്ളാഹുവിനെ സഹായിക്കുന്നത്? ലിൽ ഖിയാമി ബിദീനിഹി, അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് നിലകൊണ്ടുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ ഏതൊരു രൂപത്തിലുള്ള ജീവിതമാണോ നമ്മോട് നയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് കൃത്യമായി അറിഞ്ഞു പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. ആ ക്രമീകൃതമായ ജീവിതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ എത്തിയിട്ടില്ലാത്ത ആളുകളെ ഇസ്ലാമിന്റെ സംശുദ്ധമായ വെളിച്ചത്തിലേക്ക് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുക, ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ക്ഷണിക്കുമ്പോൾ, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ദീനിനനുസരിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. ഇസ്ലാമിന്റെ നാശം ആഗ്രഹിക്കുന്ന, മുസ്ലിങ്ങളുടെ ഉന്മൂലനാശം ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള അക്രമകാരികളെ പ്രതിരോധിക്കുക, ഇസ്ലാം അനുസരിച്ച് നിലകൊള്ളുകയും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ആ ഇസ്ലാം ജനങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം ഏറ്റവും ഉത്തമമായ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാകുമോ അത്തരത്തിലുള്ള മാർഗങ്ങൾ മുഴുവൻ സ്വീകരിക്കുകയും ചെയ്യുക. ആ ഒരു രീതിയിൽ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ അനിവാര്യമായും ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്ന ആളുകളോട് പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ ആശാസ്യമായി പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുക.
പ്രത്യാക്രമണം നടത്തേണ്ടതുണ്ടെങ്കിൽ ഉജ്ജ്വലമായ മൂർച്ചയുള്ള ആയുധമാകുന്ന പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുക, പ്രത്യാക്രമണം നടത്തുക. ഇതൊക്കെ ചെയ്യുമ്പോൾ വൽ ഖസ്ദു ബിദാലിക വജ്ഹല്ലാഹി തആല, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ദീനെന്തെന്ന് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ശരിയാം വിധം ക്രമീകരിക്കുമ്പോൾ, ആ ക്രമീകൃതമായ ജീവിതത്തിലേക്ക് നമ്മുടെ ചുറ്റുവശത്തുമുള്ള ആളുകളെ ക്ഷണിക്കുമ്പോൾ, ആ ദീനിന് വേണ്ടി, ആ ദീൻ അനുസരിച്ച് നിലകൊള്ളുന്നതിന് വേണ്ടി, ദീനിനെ ശരിയാവിധം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യേണ്ടി വരുമ്പോൾ ധർമ്മസമരം ചെയ്യുന്നത്, അതിന്റെ എല്ലാം പിന്നിലുള്ള പ്രേരകം, പ്രചോദനം അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ ഇഷ്ടം, അത് മാത്രമായി തീരുകയും ചെയ്യുക. അപ്രകാരം സത്യവിശ്വാസികൾ പെരുമാറിയാൽ, പ്രവർത്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സഹായിക്കും, അവരുടെ പാദങ്ങളെ അടിയുറപ്പിച്ച് നിർത്തുകയും ചെയ്യുമെന്നാണ് ഇമാം സഅദി റഹ്മഹുല്ല ആ വചനത്തിന് ആ അർത്ഥം കൊടുത്തിട്ടുള്ളത്, വിശദീകരണം കൊടുത്തിട്ടുള്ളത്. എങ്കിൽ ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിബന്ധന പൂർത്തീകരിക്കാൻ നാം സന്നദ്ധമാവുകയാണെങ്കിൽ, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിയാം വിധം നാം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, ഇസ്ലാമിന്റെ ശബ്ദമെത്തിയിട്ടില്ലാത്ത, ഇസ്ലാമിന്റെ വെളിച്ചമെത്തിയിട്ടില്ലാത്ത സമൂഹം അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും അബദ്ധധാരണകളിലും അധാർമികതയിലും കഴിഞ്ഞുകൂടുമ്പോൾ ഇസ്ലാമിന്റെ സ്വച്ഛമായ സംശുദ്ധമായ വെളിച്ചം അത് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സാധ്യമാവുന്നതിന്റെ പരമാവധി പ്രയത്നങ്ങൾ നാം നടത്തുകയാണെങ്കിൽ, ആ ഒരു മാർഗത്തിൽ ഇസ്ലാമിനെതിരെ, പരിശുദ്ധ ഖുർആനെതിരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൗഢോജ്വലമായ വ്യക്തിത്വത്തിനെതിരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ശരിയാം വിധം പ്രതിരോധിക്കുവാനും അതിനെതിരെ ശരിയാം വിധം പ്രത്യാക്രമണം നടത്തുവാനും നാം സന്നദ്ധമാവുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭ്യമാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. നാം ആലോചിക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത്, ഈ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും എന്തെല്ലാം നിഷ്കർഷമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരച്ചു വെച്ചിട്ടുള്ളത്, അത് ശരിയാം വിധം മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ നാം ഒരുക്കമാണോ? അള്ളാഹുവിന്റെ ദീനിനെ ശരിയാവിധം പ്രബോധനം ചെയ്യാൻ പ്രമാണബദ്ധമായി സ്വച്ഛന്റെ താല്പര്യങ്ങളില്ലാതെ പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയിൽ നിന്നും എങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സച്ചരിതരായ സലഫുകൾ എപ്രകാരമായിരുന്നു ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നതും അതേ പ്രകാരം പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ നാം സന്നദ്ധമാണ്. ഇസ്ലാമിന് വേണ്ടി ത്യജിക്കേണ്ടി വന്നാൽ, ഇസ്ലാമിന് വേണ്ടി സഹിക്കേണ്ടി വന്നാൽ, ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരം നടത്തേണ്ടി വന്നാൽ, നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തേണ്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഇഷ്ടത്തോടുകൂടി, താല്പര്യത്തോടുകൂടി ഇസ്ലാമിന്റെ ബോധയിൽ ഇറങ്ങിക്കൊണ്ട് അടരാടാൻ നാം ഒരുക്കമാണോ എന്നതാണ് നാം ഓരോരുത്തരും ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടത്. ഒരുക്കമാണെങ്കിൽ, ഈ നിബന്ധനകൾ പൂർത്തീകരിക്കുവാൻ നാം ഒരുക്കമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു ഒരിക്കലും അവന്റെ വാഗ്ദാനത്തെ ലംഘിക്കുന്നവനല്ല. എന്നാൽ ഈ നിബന്ധനകൾ നാം പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ, ഇസ്ലാമിനെ ശരിയാം വിധം മനസ്സിലാക്കി നാം ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, ഇസ്ലാമിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചതുപോലെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ നാം സന്നദ്ധമാകുന്നില്ലെങ്കിൽ, ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്യുവാൻ, ഇസ്ലാമിന് വേണ്ടി സമരം ചെയ്യുവാൻ നാം ഒരുക്കമാകുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുകയില്ല എന്നുകൂടി ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ശരിയാവിധം ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.